Hi, future doctors. നീറ്റ് രജിസ്ട്രേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് NTA നിങ്ങൾ കാൻഡിഡേറ്റ്സിനായി തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറേ പേർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമായിരുന്നു, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക്ഡ് അല്ലായിരുന്നു അല്ലേ. ആധാർ വെരിഫിക്കേഷൻ കുറേ പേർക്കൊക്കെ ഫെയിലായി, അങ്ങനെ ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് ആധാർ ഒതൻറ്റിക്കേഷൻ ഡാറ്റ ഇഷ്യൂസിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ആധാർ ലോഗിൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് വന്നവർ മക്കൾ പേടിക്കേണ്ട, നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇനി ഫില്ല് ചെയ്തു ഫീസൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ടെൻഷൻ, നിങ്ങൾ എന്തൊക്കെയോ മിസ്റ്റേക്സ് വരുത്തി, നിങ്ങൾ ഇട്ട കോഡോ അല്ലെങ്കിൽ ഇട്ട എന്തെങ്കിലും ഡീറ്റെയിൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. ഓക്കെ, ഇറ്റ് വിൽ ഓപ്പൺ. അത് എന്നാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, ബട്ട് ഇറ്റ് വിൽ ഓപ്പൺ ഫോർ കാൻഡിഡേറ്റ്സ്. ഈവൻ പേയ്മെന്റ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ വരുത്തിയ തെറ്റ് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, മാം ഞാൻ ഇമെയിൽ ഐ ഡിയിൽ ക്യാപിറ്റൽ ലെറ്റർ ഉള്ള ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, അത് കൊടുത്തു പോയി. അല്ലെങ്കിൽ കുറേ മക്കൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു, ഞാൻ കൊടുത്ത ഡീറ്റെയിൽ തെറ്റിപ്പോയി, ഞാൻ കൊടുത്ത കോഡ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അത് വളരെ സ്പെസിഫിക് ആയിരിക്കും കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഇൻഫർമേഷൻ ആണ്, കാൻഡിഡേറ്റ്സ് ആർ സ്ട്രോങ്ലി അഡ്വൈസ് ടു യൂസ് ഓൺലി ദെയർ ഓൺ ആധാർ നമ്പർ. ഓക്കെ, അതാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ID പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളുടേതല്ലാത്ത ഒരു ആധാർ നമ്പറും കൊടുക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. ബിക്കോസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെയും അഡ്മിഷൻ്റെ ഒക്കെ വേരിയസ് സ്റ്റേജസിൽ ആ ആധാർ നമ്പർ ആയിരിക്കും യൂസ് ചെയ്യാൻ പോവുക. അപ്പോൾ മക്കൾക്ക് ആധാർ നമ്പർ ഇല്ലെങ്കിൽ പാരൻസിൻ്റെ ആധാർ നമ്പർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ 3 ഇൻഫർമേഷൻ NTA നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒന്നും കൂടി മാം കൺക്ലൂഡ് ചെയ്ത് പറയാം, നിങ്ങൾക്ക് ആധാർ ഒതന്റിക്കേഷൻ, അതായത് ആധാർ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആധാർ ലോഗിൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യും. പേയ്മെന്റ് കഴിഞ്ഞവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയ ഭാഗങ്ങൾ ചില സ്പെസിഫിക് ഏരിയാസിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്വന്തം ആധാർ നമ്പർ യൂസ് ചെയ്യുക, മറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കി വായിച്ച് ഉറപ്പ് വരുത്തിയിട്ട് രജിസ്ട്രേഷനിലേക്ക് പോവുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.